വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി റെസിപ്പി വീഡിയോ ആണ്. റീസൺ ഇവിടെ 2 ബനാന പഴുത്ത് ഒരുമാതിരി ഇട്ടിരിപ്പുണ്ട്. യൂഷ്വലി ഇങ്ങനെ ബനാന റൈപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ ബനാന ബ്രെഡാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ഇത്തവണ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി, അതായത് ഹെൽത്തി ബനാന ബ്രെഡ് ഉണ്ടാക്കാം. സോ ലെറ്റ്സ് ഗോ. സോ ഈ വീഡിയോ കുറച്ച് എക്സ്പെരിമെൻ്റൽ വീഡിയോ കൂടിയാണ്. യൂഷ്വലി ഞാൻ ഓരോ തവണ ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. സോ ഇത്തവണ യൂസ് ചെയ്യുന്നത് ഓട്സ് ഫ്ലവർ ആണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻ പൗഡർ. കാരണം കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഷുഗർ യൂസ് ചെയ്യുന്നില്ല. യൂഷ്വലി ഞാൻ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം മേപ്പിൾ സിറപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസ്. യൂഷ്വലി പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വരാറ്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് നമുക്ക് വേറെ ഒരു യോഗട്ടൊക്കെ ഇട്ടിട്ട് സോഫ്റ്റായിട്ട് വരും എന്നുള്ള എക്സ്പെരിമെൻ്റൽ ബനാന ബ്രെഡ് വീഡിയോ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബനാന നല്ലോണം മാഷ്ഡ് ബനാന ആക്കി മാറ്റാം. സോ ബനാന നല്ലോണം നമ്മളിങ്ങനെ പൾപ്പല്ല, ഇത് ജസ്റ്റ് സ്മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എഗ്ഗ് ചേർക്കാം. എഗ്ഗിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി 1 പോട്ടായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. 1 പോട്ടല്ല, 1 ബൗൾ. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഗീ ആണ്. ഓയിൽ, ബട്ടർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത്തവണ ഒരു എക്സ്പെരിമെൻ്റാണ്. ഗീ വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ബനാന ബ്രെഡ്. സോ ഇത്തവണ കുറച്ച് ഗീ ഇട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ മെയിൻ, ഇപ്പോൾ ഏത് ഫ്ലോറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് ആൽമണ്ട് ഫ്ലോർ ആയിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ ഓട്സ് പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓട്സ് പൊടിച്ചതും പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഉണ്ട്. ഇതൊരു 1 ടീസ്പൂണൊക്കെ ഇടാം. ഞാൻ ഏകദേശം ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. കുറച്ച് സോൾട്ട് കൂടി ഇടും. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടീൻ പൗഡറാണ്. പ്രോട്ടീൻ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് വേ പ്രോട്ടീനാണ്, ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളത്. നോ ഷുഗർ, ചോക്ലേറ്റ് ഫ്ലേവറാണ്. കൊക്കോ പൗഡറിന് വേറെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഒരു ഫുൾ സ്കൂപ്പാണ് ചെയ്യണത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം ഇതുവരെ നമ്മൾ ഷുഗർ ഇട്ടിട്ടില്ല. ഞാൻ ആക്ച്വലി ഇവിടുത്തെ പഴം കുറച്ച് സ്വീറ്റാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് എത്രത്തോളം സ്വീറ്റ്നെസ് ഉണ്ട് നോക്കിയിട്ട് അതിന് ശേഷം ഷുഗർ ഇടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം ഷുഗർ ഉണ്ടോ, ഇനി മേപ്പിൾ സിറപ്പ് എത്രത്തോളം ഇടണം നോക്കാം.
അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി വേറെ ഐഡിയയാണ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് മൈലോ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഈ ഹോർലിക്സ് പോലത്തെ എന്തോ ഒരു ഡ്രിങ്കാണ്. ഞാൻ അത്ര ഫാനൊന്നുമല്ല ഇതിൻ്റെ, എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. ഇത് ഒരു ചോക്ലേറ്റി ഫ്ലേവറാണ്. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ അല്ല, ഒരു ടേബിൾ സ്പൂൺ ഇതും കൂടി ഇട്ട് നോക്കാം. എന്തായാലും നമ്മൾ കൊക്കോ പൗഡറിന് പകരം കുറച്ച് പ്രോട്ടീൻ പൗഡർ ഇട്ടു, അതിനൊപ്പം നമുക്ക് കുറച്ച് മൈലോ കൂടി ഇട്ട് നോക്കാം. കുറച്ച് എനർജി ഇരിക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂണാണ് ഇട്ടേക്കുന്നത്. Again, mix. നല്ല സ്മെൽ. ഇതിനൊരു നോർമൽ സ്വീറ്റ്നെസ് ഉണ്ട്. യൂഷ്വലി ഞാൻ അത്ര സ്വീറ്റ് പേഴ്സൺ അല്ല, അതുകൊണ്ട് എനിക്ക് മറ്റേ എന്താ പറയുക, അധികം ഷുഗർ കഴിച്ചാൽ ഭയങ്കരമായിട്ട് തലക്കിടിക്കുന്ന പോലെ. അതുകൊണ്ട് എനിക്ക് ഷുഗർ ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടി ഷുഗർ വേണമെന്ന് തോന്നുന്നു. കാരണം ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത്രയും മധുരം ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് മേപ്പിൾ സിറപ്പും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ അധികം ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണ്ട, ലൈറ്റായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഉള്ളത് ഗ്രീക്ക് യോഗേർട്ടാണ്. അത് ഒരു ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 കപ്പ് ഓട്സാണ് ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ബാക്കിയെല്ലാം മിക്സ് ചെയ്തിട്ട് എങ്ങനെയാവും നോക്കിയിട്ട് ഇടാൻ വെച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടിയും ഒരു തിക്ക് ബാറ്റർ ആക്കുകയാണെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. സോ ഞാൻ കുറച്ചും കൂടി ആ ബാക്കിയുള്ള ഓട്സ് ഫ്ലവറും കൂടിയും ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഓൾറെഡി അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാറ്റർ ജസ്റ്റ് നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റുക, ബേക്ക് ചെയ്യാം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യാം. ലാസ്റ്റായിട്ട് നമുക്കൊരു സാധനം കൂടി ആഡ് ചെയ്യാം. ഇത് അഡീഷണലി എന്താ പറയുക, ഇത് വേണം കിട്ടാൽ മതി. ഞാൻ കുറച്ച് ഒരു ചോക്ലേറ്റ് ആയ കാരണം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇടുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ഓപ്ഷണലായിട്ടുള്ള സംഭവമാണ്. ഓൾറെഡി നമ്മളിപ്പോൾ എന്താ പറയുക, പ്രോട്ടീൻ ചോക്ലേറ്റ് പൗഡറാണ് ഇട്ടത്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്കൊന്ന് ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇടാം. ഇനി നമ്മുടെ ബാറ്റർ ജസ്റ്റ് നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റുക, അത് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബനാന ബ്രെഡ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാ കേക്കോ അല്ലെങ്കിൽ ബ്രെഡ് പോലെ അങ്ങനെ അധികം പൊന്തി വന്നിട്ടൊന്നുമില്ല. മേ ബി ഞാൻ ഓട്സ് കുറച്ച് അങ്ങനെ സോഫ്റ്റായി പൊടിച്ചിട്ടില്ല, കുറച്ച് ഗ്രാനൂൾസും കൂടി ഉണ്ടായിരുന്നു. പിന്നെ പ്രോട്ടീൻ പൗഡറൊക്കെയാണല്ലോ ആഡ് ചെയ്തേക്കണേ. പക്ഷേ ഇത് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്, ടെക്സ്ചറും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇതൊരു പെർഫെക്റ്റ് ഹെൽത്തി സ്നാക്കാണ്. I hope you guys enjoy my video. So see you in my next video. Thank you. Bye bye.